പാതിവില തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് കുറ്റക്കാരിയല്ലെന്ന് ക്രൈംബ്രാഞ്ച്. മുഖ്യപ്രതി അനന്തുകൃഷ്ണനിൽ നിന്ന് വാങ്ങിയ പണം വക്കീൽ ഫീസെന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി. നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ 18 കേസുകളിൽ പ്രതിയാണ് ലാലി വിൻസെന്റ്. വിഷ്ണു സുരേഷുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, വിവരങ്ങൾ. ഉന്മേഷ്, കണ്ണൂർ കേന്ദ്രീകരിച്ച് രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് ലാലി വിൻസെന്റിനെ പ്രതിയാക്കിയത്. പ്രത്യേകിച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് അനന്തുകൃഷ്ണന്റെ ഓഫീസിൽ നിന്ന് 47 ലക്ഷം രൂപയോളം എത്തി എന്നുള്ളതായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ഇത് ഏതെങ്കിലും തരത്തിൽ തട്ടിപ്പ് പണമാണോ എന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിരുന്നു. പക്ഷേ നിലവിൽ നടത്തിയ അന്വേഷണത്തിൽ ലാലി വിൻസെന്റ് പറഞ്ഞതുപോലെ ഇത് വക്കീൽ ഫീസ് എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന്റെ ഒരു നിഗമനം. ആ പശ്ചാത്തലത്തിലാണ് ലാലി വിൻസെന്റിന് ക്ലീൻ ചിറ്റ് നൽകിയിട്ടുള്ളത്. നിലവിൽ അവരെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കി ഈ കണ്ണൂർ രജിസ്റ്റർ ചെയ്ത കേസുകളിലെ റിപ്പോർട്ട് കോടതി സമർപ്പിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഒപ്പം ഈ പാതുവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകളിൽ ആദ്യ കുറ്റപത്രം അടുത്ത മാസം സമർപ്പിക്കുകയും ചെയ്യും. വിഷ്ണു സുരേഷ്, കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.